ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ. കാരണം കേരളത്തിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടാകുന്നു. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാർ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. അതൊരു നിലവിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയം വന്നപ്പോഴും അത് അവരുടെ മതപഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമം ഒരു മതത്തിൻ്റെ സമയക്രമത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്നുള്ള നിലപാട്, ആ നിലപാടെടുക്കുന്നത് ആണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രതിപക്ഷ നേതാവിന് എന്തിനാ പൊള്ളുന്നത് എന്നുള്ളതാണ്. അത് ഒരൊറ്റ കാരണമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. കാരണം മുസ്ലിം ലീഗ് വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് ഒരടി പോലും വെക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ധൈര്യമില്ലാത്തതോ തൻ്റെ ഇടമില്ലാത്തതോ കാരണമായിരിക്കണം. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. മദ്രസ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മദ്രസയിൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോൾ ചർച്ചയ്ക്ക് നേരത്തെ ആദ്യം പറഞ്ഞിരുന്നത് എന്താ, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ച. പണ്ട് 5-ാം മന്ത്രിയുടെ കാലത്ത് ഇത് തന്നെയാണ് നടന്നത്. 5-ാം മന്ത്രിയുടെ കാലത്ത് പറഞ്ഞിരുന്നത്, 5-ാം മന്ത്രി ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ഒരു നിലപാടിലും മാറ്റം വരുത്തില്ല.